വയനാട്ടിലേക്കാണ് നമ്മൾ ഇന്നലെ കണ്ടതാണ് മനുഷ്യത്വമില്ലായ്മയുടെ ഒരു കൃത്യമായ ഉദാഹരണം എന്ന് പറയാം. നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ കൂടി അങ്ങനെ പറഞ്ഞു പോവുകയാണ്. പറഞ്ഞത് വയനാട് കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ റോഡിൽ വലിച്ചിഴച്ച കേസുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും അന്ന് സംഭവം നടന്നിപ്പോൾ 2 രാത്രി പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോലീസ് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. എന്തുകൊണ്ട് അതങ്ങനെ പോകുന്നു എന്നത് ചോദ്യം ബാക്കിയാവുകയാണ്. മാതനെ റോഡിലൂടെ വലിച്ചിഴച്ച കണിയാമ്പറ്റ സ്വദേശി അർഷിദും സുഹൃത്തുക്കളും ഒളിവിൽ തുടരുകയാണ്. എവിടെയാണ് അവരെന്നതിനെ കുറിച്ച് പോലീസിന് വിവരമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. പക്ഷേ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അത്ര നല്ല വാർത്തയല്ല. ആദ്യം അറിയേണ്ടത് മാതന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണോ എന്നുള്ളതാണ്. മറ്റൊന്ന്, പോലീസിന്റെ അന്വേഷണം അത് ഏത് രീതിയിലാണ്? 4 പ്രതികളെയും തിരിച്ചറിഞ്ഞിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ ഇവർക്കായിട്ടുള്ള അന്വേഷണം അതെങ്ങനെയാണിപ്പോൾ? പ്രജിൻ, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. മാതന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കൈകാലുകൾക്കും നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റ് മാനന്തവാടിയിലെ ആശുപത്രിയിലാണ് മാതൻ നിലവിൽ കഴിയുന്നത്. നിലവിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മറ്റ് ആശങ്കകളില്ല. പക്ഷേ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ആശങ്ക ഉയരുന്നത്. ഈ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്, കാണാമറയത്താണ്. ഏതോ ഒളിസങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് പോലീസിന്റെ എല്ലാ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഈ പ്രതികൾ. 4 പ്രതികളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഇവരെ പിടികൂടാൻ 2 രാത്രി പിന്നിടുമ്പോഴും പോലീസിന് ഇതുവരെയും സാധിക്കുന്നില്ല. 4 പ്രതികളാണ് മാതനെ ഈ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളായിട്ടുള്ളത്. കണിയാമ്പറ്റ സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് അർഷിദ്, അഭിരാമ്, പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ തുടങ്ങി 4 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകേണ്ടത്. ഇന്നലെ രാവിലെ മുതൽ നമ്മൾ മാനന്തവാടി പോലീസുമായും വയനാട് എസ് പിയുമായി സംസാരിക്കുമ്പോഴും പ്രതികൾ ഉടൻ പിടിയിലാകും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് മാനന്തവാടി പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞത് ഇന്നലെ ഉച്ചവരെ അവരുടെ ഈ പ്രതികളെല്ലാവരും തന്നെ വീട്ടിലുണ്ടായിരുന്നു. വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ ഇവർ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഞായറാഴ്ച രാത്രി ഉണ്ടായ സംഭവം, ഞായറാഴ്ച രാത്രി പോലീസ് കേസെടുക്കുന്നു. അന്ന് രാത്രി തന്നെ പ്രതികളെ പിടികൂടേണ്ടതാണ്. പക്ഷേ ഇന്നലെ ഉച്ചവരെ ഈ പ്രതികൾ വീട്ടിലുണ്ടായിട്ടും ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് പ്രതികൾ രക്ഷപ്പെടുന്നു. അതിനുശേഷമാണ് വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കാൻ തയ്യാറായത്. അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായപ്പോഴാണ് പോലീസ് ഇത്തരത്തിലുള്ള വലിയ അന്വേഷണത്തിലേക്ക് കടക്കാൻ തന്നെ തയ്യാറായത്. അപ്പോഴും പ്രതികൾ ഒളിവിൽ കഴിയുന്നു. വയനാട്ടിലുണ്ടോ, കോഴിക്കോടുണ്ടോ, മലപ്പുറത്തുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. അതോ കേരളം വിട്ടോ കർണാടകയിൽ എത്തിയോ എന്ന കാര്യത്തിലും സ്ഥിരീകരണമില്ല. ഇപ്പോൾ എന്തായാലും സൈബർ സെല്ലിന്റെ സഹായത്തോടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ പ്രതികളുടെ മൊബൈൽ ഫോൺ ഇന്നലെ ഉച്ച മുതൽ ഓഫാണ് എന്നാണ് ഏറ്റവും ആശങ്കകരമായ മറ്റൊരു കാര്യം. എന്താണെങ്കിലും ഇന്ന് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധത്തിനും ഇന്ന് വയനാട് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. പ്രജിൻ, പ്രവിത. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.